ഹലോ ഫ്രണ്ട്സ്, നല്ല ഷാപ്പിൽ ഉണ്ടാക്കുന്ന ചെമ്മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നല്ല ടൈഗർ പ്രോൺസ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടു നോക്കും. ഞാനിപ്പോൾ ഒരു 1/2 കിലോ നല്ല വലിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്ത് നാരൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ പരട്ടി നമുക്കൊരു 20 തൊട്ട് 30 മിനിറ്റ് വരെ ഇതിനെ മാരിനേറ്റ് ചെയ്ത് യോജിപ്പിച്ച് വെക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ചെമ്മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഹീറ്റിൽ നല്ല ചൂടിൽ വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നാൽ അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പായിട്ടും അത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കില്ല. ആ ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് അതിനെ അനക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് വേണം അടുത്ത സൈഡ് ഫ്രൈ ചെയ്ത് എടുക്കാൻ. 2 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അല്ല, മസാലയൊക്കെ പൊടിഞ്ഞ് ആ ചെമ്മീനിൽ ഇരിപ്പുണ്ട്. ഒട്ടും അധികം മസാലയൊന്നും ഇല്ല, ഒട്ടും സ്പൈസി അല്ല. ആ ചെമ്മീൻ്റെ കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഈ ഷാപ്പിലെ പ്രത്യേകമായിട്ടുള്ള ഈ ചെമ്മീൻ ഫ്രൈഡ് സ്പെഷ്യാലിറ്റി. ഈ മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞായാൽ നമ്മുടെ ചെമ്മീൻ ഷാപ്പിലെ ചെമ്മീൻ ടോട്ടൽ കുക്കിംഗ് ടൈം ഏകദേശം ഒരു 3 മിനിറ്റ്സ് ആവാറായി. അപ്പോൾ അതിനകത്തോട്ട് നല്ല കറിവേപ്പില ഫ്രഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയും കൂടെ അതിനകത്ത് കിടന്ന് നല്ല മൊരിഞ്ഞ് വരും. അപ്പോൾ ചെമ്മീനും കറിവേപ്പിലും കൂടെ ചേർത്ത് വേണം കഴിക്കാനായിട്ട്. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഒക്കെ റെഡിയായി. ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റി വേണം നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്കും എളുപ്പത്തിൽ ഒരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാമല്ലോ. വളരെ എളുപ്പമല്ലേ. ഇനിയിപ്പോൾ ഇത് നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ ഞാൻ ചെമ്മീനും കൂർക്കയും കൂടെ തേങ്ങ അരച്ച് വെച്ച കറി, അത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വീട്ടിലുണ്ടായ തന്നെ നല്ല ചീര തോരൻ, പിന്നെ നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻറ്റ് നല്ല ആ ചൂടോട് കൂടി കറിവേപ്പിലയും നല്ല മുരിഞ്ഞ കറിവേപ്പിലയും ചേർത്ത് കഴിക്കാവുന്ന ചെമ്മീൻ ഷാപ്പിലെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണേ.